കാലം തെറ്റിയുണ്ടായ മഴ സഹിച്ച കഥയൊക്കെ പറയുമ്പോൾ കുചേലൻ കണ്ണീര് വാർക്കുന്നത് നമ്മൾ കരുതുന്നത് നൊസ്റ്റാൾജിയ കൊണ്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് കഴിഞ്ഞു പോയൊരു കാലത്തിലെ ഒരു നല്ല സംഭവം, അന്ന് ഞങ്ങൾ എക്സ്കർഷന് പോയപ്പോൾ അവിടെ, അത് അങ്ങനെയുള്ള ഒരു കരച്ചിലല്ല, അത് ഉൾക്കുത്താണ്. കാരണം ഈ കാട്ടിൽ പോകുമ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് വേവിച്ച വെള്ളക്കടല കൊടുത്തിട്ടുണ്ടായിരുന്നു സുദാമാവിന്റെ കയ്യിൽ ഗുരുപത്നി. ഇത് അരയിലുണ്ടായിരുന്നു. ഭഗവാൻ അറിയാം ഇത് കയ്യിലുണ്ടെന്ന്. ഇവര് സാധാരണ പറയുന്നത് പോലെ രണ്ടുപേരും ഒരു മരത്തിലല്ല കയറിയത്, രണ്ടുപേരും രണ്ടു മരത്തിലാ കയറി കൂടിയത്. ഇടിവെട്ടിയപ്പോ പേടിച്ചങ്ങോട്ട് കയറിയതാ. ഇരുട്ടത്താണ് സംസാരം, അന്യോന്യം കാണാൻ പോലും പറ്റില്ല. നല്ലോണം വിശക്കുണ്ട് രണ്ടുപേർക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ സുദാമാവിന് ഓർമ്മ വന്നത്, എൻ്റെ അരയിൽ ഈ വെള്ളക്കടല വേവിച്ചിരിപ്പുണ്ട്, ചന്ന. അപ്പോ അവനത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാനും വയ്യ, പേടിയാ മരത്തുനിന്ന് താഴെ ഇറങ്ങാൻ, എന്നാ വിശപ്പ് സഹിക്കാനും വയ്യ. അപ്പോ നേരത്തെ പറഞ്ഞ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ജീവിതമൊന്നും ചിന്തയിൽ വന്നില്ല. കുറച്ചെടുത്ത് കഴിച്ചു. കഴിക്കാൻ തുടങ്ങിയ വിശപ്പ് കൂടും. വിശപ്പ് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ കഴിച്ചു. പകുതി അവന് കൊടുക്കാം. ആദ്യം മുക്കാഭാഗം കൊടുക്കാമെന്നായിരുന്നു, പിന്നെ പകുതി കൊടുക്കാമെന്നായി. പകുതിയും കഴിച്ചു കഴിഞ്ഞപ്പോഴും വിശപ്പ് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഭഗവാൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്, നേരം ഇത്രയായി, നമുക്കിനി പോകാൻ പറ്റുന്നുള്ളൂ, ഇന്ന് രാത്രി പട്ടിണി തന്നെ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്തെ മരത്തുനിന്നൊക്കെ കേൾക്കാം. പക്ഷെ താൻ കഴിച്ചിനി എച്ചിലായിട്ട് കൊടുക്കണ്ടെന്നുള്ള ചിന്ത കൊണ്ടും തൻ്റെ വിശപ്പ് മാറാത്തത് കൊണ്ടും ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടും അദ്ദേഹം ആ കടല മുഴുവൻ കഴിച്ചു തീർത്തു. ഗുരുവായൂരപ്പനെ പട്ടിണി കിട്ടു. ഈ ഒരു കാരണം കൊണ്ട് കുചേലൻ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാറുണ്ട്. ഭഗവാൻ അതുകൊണ്ട് അനുഭവിപ്പിക്കില്ല. പക്ഷെ ചരാചര പ്രഭുവിന്റെ വയറ് നിറച്ചാൽ അത് ഒരു മുരിങ്ങയിലയാണെങ്കിൽ പോലും പ്രപഞ്ചം മുഴുവൻ തൃപ്തിപ്പെടും. ദ്രൗപദിയുടെ ഉച്ഛിഷ്ടാണ് ശരിക്കും ഭഗവാൻ കഴിച്ചത്, അല്ലേ? ശബരിയുടെ ഉച്ഛിഷ്ടാണ് ഭഗവാൻ കഴിച്ചത്. പഴം കടിച്ചു നോക്കിയാ കൊടുത്തിരുന്നത്. അപ്പൊ ഭഗവാൻ ഉച്ഛിഷ്ടം ഒരു വിഷയമല്ല, അറിഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവാന്റെ തൃപ്തി.